കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA എക്കണോമിക്സിൻ്റെ 6ാമത്തെ സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്ന ഒരു ചെറിയ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, സ്വാധീനിക്കുന്ന ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട് വെച്ചിട്ടാണ് ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിൻ്റുകൾ എഴുതി വെക്കുക. ആദ്യം നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ മിനിമം റിട്ടേൺ ഓഫ് എ കമ്പനി must earn on its investment to satisfy its investors, including both debt holders and equity shares. It represents the company's opportunity cost of using capital for a particular investment rather than another options. ഇപ്പം ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയെന്ന് വിചാരിക്കാം. ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു ലക്ഷം രൂപ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെയുള്ളത്, ചെറിയൊരു ഉദാഹരണം വേണം മനസ്സിലാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ കയ്യിൽ ആകെയുള്ളത് 30,000 രൂപയേ ഉള്ളൂ. 1 ലക്ഷം രൂപ വേണം, 30,000 രൂപയേ ഉള്ളൂ. 1 ലക്ഷം കൊണ്ടൊന്നും ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയില്ല. വേണ്ട, ഒരു കോടി രൂപ വേണം. ഈ 1 കോടി രൂപ തുടങ്ങാൻ എൻ്റെ കയ്യിൽ 30 ലക്ഷം രൂപയേ ഉള്ളൂ. 20 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു. അപ്പോൾ 50 ലക്ഷമേ ഉള്ളൂ. ബാക്കി 50 ലക്ഷം രൂപ ഞാൻ ഷെയറുകൾ ക്ഷണിച്ചു. അതിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ ഈ ആദ്യത്തെ 30 ലക്ഷത്തിന് മാത്രം എന്ത് വേണ്ട, ഞാനൊന്നും കൊടുക്കേണ്ട. അതെൻ്റെ ക്യാപിറ്റലാണ്. ബാക്കിയുള്ളതൊക്കെ പുറത്തുള്ള ആളുകൾ ക്യാപിറ്റലല്ലേ, അതിന് ഞാൻ റേറ്റ് ഓഫ് റിട്ടേൺ കൊടുക്കണ്ടേ, റിട്ടേണിൻ്റെ ഒരു ഭാഗം അവർ കൊടുക്കണ്ടേ. അതിനെയാണ് എന്ത് പറയുക, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ, മിനിമം റിട്ടേൺ ഗിവൺ ടു ഇൻവെസ്റ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ്. ആർക്കാവാം, ഡെപ്റ്റ് ഹോൾഡേഴ്സ്, കടം തന്ന ആളുകൾക്കാവാം, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന, മറ്റൊരുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പോൾ നമ്മൾ ഷെയർ വാങ്ങുന്നതിന് പലിശ ഇല്ലല്ലോ, അവർക്ക് ലാഭവിഹിതമൊന്നും കൊടുക്കുന്നില്ലല്ലോ. അത് നമ്മൾ ഷെയറിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചാണല്ലോ നമ്മൾ ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത്. ഇക്വിറ്റി ഷെയർസിനും കടം വാങ്ങിയവർക്ക് കൊടുക്കുന്നതിനെ പറയുന്നവരാണ് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്, നമുക്ക് തന്ന അവസരത്തിനുള്ള കാശാണ് അത് ഓപ്പർച്യൂണിറ്റി. സിംപ്ലി ടേംസ് ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് എ കമ്പനി പേയിങ് ടു ഫിനാൻസ് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്. കേട്ടോ, ബോറോയർക്ക് കടം വന്ന ആൾക്ക് കൊടുക്കുന്ന പൈസയാണെന്ന് പറയുക. പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് എ റിക്വയർഡ് റേറ്റ് ഓഫ് എ കമ്പനി, റിട്ടേൺ ഓഫ് എ കമ്പനി മസ്റ്റ് ഏൺ ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് അല്ലേ. ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ക്യാഷാണ് എന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന്. നെക്സ്റ്റ് ടോപ്പിക്ക്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്? ഒന്നാമത്തെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, പല തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. കമ്പനീസ് യൂസ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് എ ബെഞ്ച് മാർക്ക് ടു ഇവാലുവേറ്റ് ദ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ നിന്ന് എന്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, നമ്മൾ കൊടുക്കുന്ന ഷെയറിന് എന്ത് തരും, എത്ര പലിശ തരും എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അതുതന്നെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ ഒപ്റ്റിമൽ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ഫിനാൻഷ്യൽ മിനിമൈസ് ദ കോസ്റ്റ് ആൻഡ് മാക്സിമൈസ് ദ പ്രോഫിറ്റ്. കണ്ടോ, നമ്മൾ ഏതൊക്കെ ഷെയറുകളിലിട്ടാണ്, ഏതൊക്കെ ക്യാപിറ്റലുകൾ വാങ്ങിയാലാണ് നമ്മൾക്ക് ഡിവിഡൻറ്റ് കിട്ടുക അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുക, ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് വ്യക്തമായ പ്ലാൻ ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ബിസിനസ്, നമ്മൾ ഇൻവെസ്റ്റർ യൂസ് ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ടു അസസ് ദ വാല്യൂ ഓഫ് എ കമ്പനി. നമ്മുടെ കമ്പനിയുടെ മൂല്യം അളക്കാൻ, അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന കമ്പനിയിൽ ഇട്ടാൽ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും, ബിയിൽ കിട്ടിയാൽ ഇത്ര ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ വാല്യൂ മെഷർ ചെയ്യാൻ, ആ ബിസിനസ്സിൻ്റെ വളർച്ച മെഷർ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. പോയിന്റുകൾ നോട്ടി നോക്കുക. ഇറ്റ് ഹെൽപ്സ് ടു ദ വാല്യുവേഷൻ ഓഫ് ബിസിനസ്. നെക്സ്റ്റ് വൺ ഈസ് ദ പെർഫോമൻസ് ഓഫ് മെഷർമെൻറ്റ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഹെൽപ്സ് ടു ദ പെർഫോമൻസ് ഓഫ് മെഷർമെൻറ്റ്. കമ്പനിയുടെ റിട്ടേൺ, കമ്പനിയുടെ ലാഭവീതം പെർഫോമൻസ് മെഷർ ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ എന്താണ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദി ക്യാപിറ്റൽ അല്ലെ. ക്യാപിറ്റലിന് കിട്ടുന്ന, ഷെയറിന് കിട്ടുന്ന, കടം കൊടുത്തതിന് കിട്ടുന്ന റിട്ടേൺ ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്ര കിട്ടുന്നുണ്ടെന്ന് ആ പെർഫോമൻസ് മെഷർ ചെയ്യാൻ സഹായിക്കുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്, പല തീരുമാനങ്ങൾ എടുക്കാനും. ഫേം ഡിസൈഡ് ഹൗ മച്ച് ഡെപ്റ്റ് വേഴ്സ് ഇക്വിറ്റി ടു യൂസ്. കണ്ടോ,
എത്ര നമ്മൾ കടം വാങ്ങണം, അല്ല എത്ര ഷെയറുകൾ വാങ്ങണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതുകൊണ്ട് സഹായിക്കുന്നു. കടം വാങ്ങണോ നല്ലത്, പലിശക്ക് കടം വാങ്ങണോ നല്ലത്, അല്ലെങ്കിൽ ഷെയർ വിളിക്കുന്നതാണോ നല്ലതെന്ന് മനസ്സിലാക്കാൻ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. ഡിവിഡൻഡ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ് പോളിസി അല്ലേ, ഡിറ്റർമൈൻ വെദർ എ കമ്പനി ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ടു റീഇൻവെസ്റ്റ് ദം ഇൻ എ ബിസിനസ്. കണ്ടോ, ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് റിട്ടേൺ ഇത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടത്, അവർക്ക് തിരിച്ചു കൊടുക്കണോ വേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. റിസ്ക് അസസ്മെൻറ്റ്, അതിൻ്റെ റിസ്ക് എത്രയാണ്, നമ്മൾ കൊടുക്കുന്ന റിസ്ക്. ഇപ്പോൾ നമ്മൾ 1 കോടി ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് ഇത്ര കൊടുക്കുന്നുണ്ട്, അപ്പോൾ ആ റിസ്കിനനുസരിച്ച് അവർക്ക് റിട്ടേൺ കൊടുക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്, വാല്യുവേഷൻ ഓഫ് ബിസിനസ്, പെർഫോമൻസ് ഓഫ് മെഷർമെൻറ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷന്, ഡിവിഡൻഡ് പോളിസിക്ക്, റിസ്ക് അസസ്മെൻറ്റ്. അടുത്ത ഹെഡിങ് ഡിറ്റർമിനൻസ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കുക. ഒന്നാമത്തെ ബിസിനസ് റിസ്ക്. ഒന്നാമത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് റിസ്ക് അല്ലേ. എന്താണ്? നമുക്ക് സെവറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തെ റിസ്ക്, നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ? ബിസിനസ് റിസ്ക് ഉണ്ട്. ദ റിസ്ക് അസോസിയേറ്റഡ് ദ കമ്പനീസ് ഓപ്പറേഷൻ, കമ്പനി കൊണ്ട് നടക്കാൻ വരുന്ന റിസ്കുകളെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അടുത്ത ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്, അതായത് ഡെപ്റ്റ് ഫിനാൻസിന്, കടം വാങ്ങിയ പൈസയൊക്കെ മാനേജ് ചെയ്യുന്ന റിസ്കുകൾ, ഇക്വിറ്റികൾ, ഷെയറുകളൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന റിസ്കുകൾ. ദ റിസ്ക് ഫ്രം യൂസിങ് ദ ഡെപ്റ്റ് ഫിനാൻസിങ്. ഓക്കെ. മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഓവറോൾ റിസ്ക് ഓഫ് ദ കമ്പനി, ഇക്കോണമി, ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് എഫക്ട് ദ ഇൻവെസ്റ്റേഴ്സ്. കണ്ടോ, നമ്മൾ ഈ സ്ഥാപനത്തിനെ ആശ്രയിച്ചിരിക്കും സ്ഥാപനത്തിൻ്റെ ഷെയറുകളുടെ വാല്യൂ, അപ്പോൾ ഷെയറുകൾ കൊടുക്കുന്ന ഡിവിഡൻറ്റും. അപ്പോൾ മാർക്കറ്റ് റിസ്ക് ആണ്. ഏതൊക്കെ റിസ്ക് ഉണ്ട്? ബിസിനസ് റിസ്ക് ഉണ്ട്, കൊണ്ടുനടക്കാനുള്ള റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന റിസ്ക്, അതുപോലെ തന്നെ മാർക്കറ്റ് റിസ്ക്. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. ദ മിക്സ് ഓഫ് ദ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് ഓൺ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് രണ്ടെണ്ണം. ഒന്ന് കടം വാങ്ങലുണ്ടാവും, ഷെയറുകൾ വാങ്ങലുണ്ടാവും, രണ്ട് കടം. ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ദ ഡെപ്റ്റ് ക്യാൻ ബി ലോവർ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂ ടു ടാക്സ് ബെനിഫിറ്റ് ബട്ട് ഇൻക്രീസ് ദ ഫിനാൻഷ്യൽ റിസ്ക്. കണ്ടോ, എന്താണ് ഹയർ പ്രൊപ്പോർഷൻ? നമ്മൾ ഡെപ്റ്റാണ് കൂടുതലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്തുണ്ട്? അതായത് ലോവർ ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡ്യൂ ടു എന്താണ്? നമുക്ക് ഡെപ്റ്റാണ് കടമാണ് കൂടുതലെങ്കിൽ ടാക്സൊക്കെ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അതാണ് ലാഭകരം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കടം വാങ്ങുകയാണെങ്കിൽ കടത്തേക്ക് ലോണും പലിശയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇക്വിറ്റി ഷെയർ പോലെയല്ല, പലപ്പോഴും നമ്മൾക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അതായിരിക്കും നന്നാവുക എന്നാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ്, മറ്റൊരു ഫാക്ടറാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് ഇൻട്രസ്റ്റ് റേറ്റ്. ഹയർ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ലീഡിങ് ടു ഹയർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കണ്ടോ, എന്താണ്? നല്ല പലിശ ഉണ്ടെങ്കിൽ, കമ്പോളത്തിന് നല്ല പലിശ ഉണ്ടെങ്കിൽ നല്ല പലിശ കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും എന്നാണ് പറയുന്നത്. അതായത് നല്ല എന്താണ്? മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കൂടും. എന്താ ഡെപ്റ്റ്? നിങ്ങൾക്കറിയാം, നേരത്തെ പറഞ്ഞു രണ്ട് രീതിയിലാണ് നമ്മൾ വരിക. ഒന്നെന്താണ്? ഒന്ന് കടമെടുക്കാം അല്ലേ. 1 കോടിക്ക് ഞാൻ എന്ത് ചെയ്തു? 20 ലക്ഷം രൂപ കടം എടുത്തു, അതാണ് ഡെപ്റ്റ്. അതിന് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. വേറൊന്നാണ് ഇക്വിറ്റി ഷെയറുകളാണ്. ആ ഷെയറുകൾക്ക് ഞാൻ ലാഭവീതം കൊടുക്കേണ്ടി വരും. അത് രണ്ടും എന്തിൽ വരുന്നതാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഡെപ്റ്റ് ആണെങ്കിൽ എന്തുണ്ട്? ടാക്സിൽ കുറേ റിലാക്സേഷൻ കിട്ടും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കൂടുതലായിരിക്കും, മാർക്കറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടും. അടുത്ത ഇൻഫ്ലേഷൻ റെഡ്യൂസസ് ദ റിയൽ വാല്യൂ ഓഫ് റിട്ടേൺ. കേട്ടോ, വിലക്ക് വർധനവുണ്ടായാലും റിട്ടേണിൻ്റെ വാല്യൂ കുറയും. ഇപ്പോൾ ഒരു 10% കിട്ടുകയാണെങ്കിൽ 10,000 കിട്ടുക വിചാരിച്ചോളൂ. പക്ഷേ ഇൻഫ്ലേഷൻ കൂടിയാൽ റിട്ടേണിൻ്റെ ക്യാപിറ്റൽ റിട്ടേണിൻ്റെ റിയൽ വാല്യൂ കുറയുമെന്നാണ് അല്ലേ. അപ്പോൾ എനിക്കെന്താണ്? ഞാൻ 1 ലക്ഷം രൂപയുടെ ഷെയർ ഉണ്ട്, 10% 10,000 വീതമാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച്, മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ അനുസരിച്ചിട്ട്, മാർക്കറ്റിലെ വില വർധനവിനനുസരിച്ചിട്ട് എൻ്റെ ഷെയറിൻ്റെ വാല്യൂ കുറയാൻ കാരണം വന്നു. ടാക്സ് റേറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ദ ഡെപ്റ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ. കണ്ടോ, എന്താണ്? പലിശ കൂടുതലാണെങ്കിൽ പലിശ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്? നമ്മുടെ കമ്പനിയുടെ ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് കുറയാൻ കാരണമാകുന്നു. ക്ലിയർ ആയല്ലോ. കമ്പനി സ്പെസിഫിക് ഫാക്ടേഴ്സ്, പലപ്പോഴും കമ്പനിക്കുണ്ടാകുന്ന മറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ്, ഗ്രോത്ത് പ്രോസ്പെക്ടസ്, ഇങ്ങനെ കമ്പനികൾക്ക് പ്രത്യേകമായിട്ടുള്ള പല ഘടകങ്ങൾ, അതാണ് കമ്പനിക്ക് സ്പെസിഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് റേറ്റിംഗ്, എത്രത്തോളം ക്രെഡിറ്റ് കിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രോത്ത് വളർച്ച എത്ര നിരക്കുണ്ട്. ചില സ്ഥാപനങ്ങൾ പെട്ടെന്ന് വളരുന്ന സ്ഥാപനങ്ങളായിരിക്കും, ചില സ്ഥാപനങ്ങൾ ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. അതും ഇതിനെ ബാധിക്കുന്ന ഘടകമാണ്. ഇൻഡസ്ട്രി ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ, മൊത്തം മാർക്കറ്റിലെ കണ്ടീഷൻസ് എങ്ങനെയാണ്,
മാർക്കറ്റിൻ്റെതായ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ്, കോമ്പറ്റേറ്റീവ് ഇൻഡസ്ട്രി ആണെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷൻസ് ബൂമാണെങ്കിൽ, മാർക്കറ്റ് കണ്ടീഷൻ പ്രോസ്പെരിറ്റി ആണെങ്കിൽ, മാർക്കറ്റ് കണ്ടീഷൻ ബെറ്റർ ആണെങ്കിൽ, ഇറ്റ് ഈസ് അഫക്റ്റഡ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്ത ടോപ്പിക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്നുള്ളതാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ദ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ കമ്പനി പേ ഓൺ ഇറ്റ്സ് ബോറോഡ് ഫണ്ട് സച്ച് ആസ് ലോൺ ആൻഡ് ബോണ്ട്. കണ്ടോ, ലോണും ബോണ്ടും ഒക്കെ ആയിട്ട് കടം വാങ്ങിയ വ്യക്തികൾക്ക് കൊടുക്കേണ്ട പലിശയെ പറയുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇറ്റ് റെപ്രസെൻറ്റ് ദ റിട്ടേൺ ലെൻഡർ എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ക്യാപിറ്റൽ ടു ദ ബിസിനസ്. കണ്ടോ, ബിസിനസ്സിലേക്ക് കടം കൊടുത്ത ആൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ ആണെന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഞാനിപ്പോൾ 10 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പ്രതീക്ഷിക്കുന്ന പലിശയാണെന്ത്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. എന്താ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ കമ്പനി ഓണർ ടു ലെൻഡർ. കണ്ടോ, ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ആരാ കൊടുക്കുന്ന? കമ്പനി ഓണർ ടു ദ ലെൻഡർ. കടം വാങ്ങിയ വ്യക്തി അല്ലെങ്കിൽ ബോറോവർ ലെൻഡർക്ക് കൊടുക്കുന്ന പണമാണ്. ഇറ്റ് ഈസ് എ പെയ്ഡ് ബൈ ദി ബോറോവർ ടു ലെൻഡർ. ലെൻഡർ കൊടുക്കുന്ന പണമാണെന്ത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർമുല ഫോർ ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ പ്രധാനമായിട്ട് ബിഫോർ ടാക്സ് ഉണ്ട്. ഇത് കാണാൻ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാൻ നികുതിക്ക് മുമ്പും നികുതിക്ക് ശേഷവും 2 രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ബിഫോർ എന്താണ് ഡെപ്റ്റ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ആഫ്റ്റർ ഡെപ്റ്റ് എന്നുള്ള 2 രീതിയിലാണ് പ്രധാനമായിട്ടും കണക്കാക്കാറുള്ളത്. ഓക്കെ, ദെൻ അതായത് നമ്മൾ പ്രധാനമായിട്ടും എന്താണ് നമ്മൾ ബിഫോർ ടാക്സ് ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷന് പ്രധാനമായിട്ടും ടാക്സിന് മുമ്പേ ആണെങ്കിൽ 2 രീതിയിൽ കാണാമെന്ന് നമ്മൾ കണ്ടു. ഒന്നാമത്തെ എന്താണ്? നമ്മൾ പ്രധാനമായിട്ടും ബിഫോർ ടാക്സ് ആണെങ്കിൽ KD, അത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ എടുക്കുന്നത്. KD ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. KD എന്താ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ആണ് എമൗണ്ട്, കൊടുക്കുന്ന എമൗണ്ട്. ടോട്ടൽ ഡെപ്റ്റ് പറഞ്ഞാൽ എത്രയാണ് കടം തന്ന എമൗണ്ട്. കണ്ടോ, എത്ര കടം വാങ്ങിച്ചു, പലിശ എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇനി ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ടാക്സിന് ശേഷമാണെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആർ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ടാക്സ് കൊടുത്തതിന് ശേഷമാണെങ്കിൽ എന്താണ്? നികുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നികുതി പോവില്ല കേട്ടോ. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാക്സ് പോയില്ലെങ്കിൽ KD ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എന്നുള്ളതാണ്. എന്താണ് KD ഇൻറ്റു 1 മൈനസ് ടാക്സ് എന്താണ്? അതായത് KD എങ്ങനെ കാണാൻ നമ്മൾ കണ്ടു. KD എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് ബൈ ടോട്ടൽ ഡെപ്റ്റ് മൈനസ് എന്താണ്? അങ്ങനെ പറയട്ടെ, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് മൈനസ് ടോട്ടൽ ഡെപ്റ്റ് അല്ലെ KD അല്ലെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കാറുള്ളത്. അടുത്ത കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് KP. പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന എന്താണ്? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പോലെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താ? ഫിക്സ്ഡ് ഡിവിഡൻഡ് കൊടുക്കുന്ന ആളുകളാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുക അല്ലേ. അതായത് ഫിക്സ്ഡ് ആയിട്ട് ലാഭവീതം കൊടുക്കുന്ന ആൾ, സ്ഥിരമായിട്ട് ഇത്ര ലാഭവീതം കൊടുക്കുന്ന ആളാണ് എന്താണ്? പ്രിഫറൻസ് ഷെയർസ്. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് ദ റിട്ടേൺ റിക്വയർഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രിഫറൻസ് ഷെയർസിന് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിഫറൻസ് ഷെയർസ് നിങ്ങൾക്കറിയാം ഫിക്സ്ഡ് ഡിവിഡൻഡ് ആണ്. ദ കോസ്റ്റ് ഈസ് സിമിലർ ടു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ബട്ട് വിത്തൗട്ട് ടാക്സ് ബെനിഫിറ്റ് അല്ലേ. അതായത് നമ്മൾ ടാക്സ് ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് എന്ത്? കോസ്റ്റ് ഓഫ് ഫിക്സ്ഡ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. കാണാൻ ഇക്വേഷൻ DP/P0 എന്നാണ്. KP ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. DP എന്ന് വെച്ചാൽ ആനുവൽ പ്രിഫറൻസ് ഡിവിഡൻഡ്. P0 എന്ന് വെച്ചാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ പ്രിഫറൻസ് ഷെയർസ്. അതായത് ആ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് P0. DP എന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ്. KP എത്രയാണ് ലാഭവിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് KP സമം കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ KP സമം എങ്ങനെ? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എങ്ങനെയാണ്? KP ഈസ് ഈക്വൽ ടു DP/P0. ഓക്കെ, അതാണ് നമ്മൾ രണ്ടാമത്തെ രീതിയായിട്ടുള്ള എന്താണ്? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വളരെ സിമ്പിളായ രീതിയാണ് എടുത്തു തന്നിട്ടുള്ളത്. നോക്കുക, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ്.
കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് എ റിട്ടേൺ റിക്വയർഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഫോർ ദി ഇൻവെസ്റ്റിംഗ് കമ്പനി അല്ലേ. നമ്മൾക്കറിയാം ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സാണ്, അവർക്ക് കിട്ടുന്ന ലാഭവിഹിതമാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സിൻസ് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് ടേക്ക് മോർ റിസ്ക് ദാൻ ഡെപ്റ്റ് ഹോൾഡേഴ്സ്, ഡെപ്റ്റ് ഹോൾഡേഴ്സിനെ പോലെയല്ല ഇവർ കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. കാരണം എന്താണ്, ഇവർക്ക് ഒരിക്കലും ഫിക്സഡ് ഇൻകം അല്ല അല്ലേ. എത്രയാണോ കമ്പനിക്ക് ലാഭവിഹിതം അത് കൊടുക്കുന്നതാണ് എന്ത് നമ്മൾ പ്രധാനമായിട്ട് ഇക്വിറ്റി ഷെയർസ്. അത് ചിലപ്പോൾ ഗെയിൻ ആവാം, ചിലപ്പോൾ ലോസ് ആവാം അല്ലേ. അപ്പോൾ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്താണ്, ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ദ റിട്ടേൺ റിക്വയർഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ദ കമ്പനി. കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുന്ന ലാഭവിഹിതമാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും അത് കണക്കാക്കാനുള്ള രീതിയാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അപ്രോച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കാണുന്നതിന് പലതരത്തിലുള്ള അപ്രോച്ചുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണിത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽസ്. അടുത്ത കൺസെപ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിലേക്ക് പോകുന്നതിന് മുൻപുള്ള ഒരു കൺസെപ്റ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന്. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയും നമ്മൾ റിസ്ക്കും റിട്ടേണും കാണിക്കുന്ന അവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു ഗ്രാഫിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലേ. അതായത് നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്ന റിട്ടേൺ ഉണ്ട്, എത്ര റിസ്ക് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ചിത്രമാണ് നേരത്തെ വരച്ച് തന്നെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്താ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈന് അത് കാണിക്കുന്നത് CML ഇറ്റ് ഈസ് എ റേറ്റ്, ഇറ്റ് ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഓർ എക്സ്പ്രസിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ. റിസ്ക് റിട്ടേൺ കാണിക്കുന്ന ഗ്രാഫാണ് എന്ത് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. ഓക്കെ, അത് കാണിക്കുന്ന ഗ്രാഫാണിത്. ഗ്രാഫിൽ ഒരു OX എന്ന് പറയുമ്പോൾ എക്സ്പെക്ട് റിട്ടേൺ ആണ്. ഇവിടെ നമ്മൾ റിസ്ക് ആണ്. റിസ്കിന് നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോക്കിയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ നേരത്തെ ഒന്നുമില്ല, ഒരു അപ്വേർഡ് ഗ്രാഫാണ്. അപ്വേർഡ് ഗ്രാഫിൽ എന്തുണ്ട്, നമ്മളിങ്ങനെ എന്താണ് റിസ്ക് കൂടുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് റിട്ടേണും കൂടി വരും അല്ലേ. ഒന്ന് കൂടുന്നതിനനുസരിച്ച് എന്തുണ്ട് ഇവിടെ നമ്മൾ നോക്ക്, എന്താണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം എടുത്താൽ ഇതിങ്ങനെ ഒരു അപ്വേർഡ് ഡയഗ്രാണ്. കാരണം എന്താ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിസ്ക് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ട് റിട്ടേണും വർദ്ധിക്കും എന്നുള്ളതാണ്. അത്ര ഓർത്തിൽ നമ്മൾ ഇട്ടു. അപ്പോൾ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് അത് കാണിക്കുന്ന രേഖയാണ്. മറ്റൊരു കൺസെപ്റ്റാണ് 2 മാർക്ക് ചുറ്റും SML സെക്യൂരിറ്റി മാർക്കറ്റ് ലൈന്. അതും എന്താണെന്നറിയോ, നമ്മൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ കാണിക്കുന്ന രേഖയാണ് എന്ത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അല്ലേ. അതായത് ക്യാപിറ്റൽ അസറ്റിന് എങ്ങനെ പ്രൈസ് ചുമത്താമെന്ന് കാണിക്കുന്ന ഒരു ഫോർമുല ലൈനാണ് എന്ത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈന് അതായത് നമ്മളെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ പ്രൈസ് തീരുമാനിക്കാനുള്ള അതിൻ്റെ ലൈനാണെന്ത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് അല്ലേ. ഇറ്റ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ അസറ്റ് സിസ്റ്റമാറ്റിക് റിസ്ക് ബീറ്റ ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ. അതായത് നമ്മൾ ആ റിട്ടേണും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു റിസ്ക് ഉണ്ടല്ലോ, റിസ്കിന് നമ്മൾ ബീറ്റയാണല്ലോ റിസ്കിനെ കണക്കാക്കുക, നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നതാണ് എന്താ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഡയഗ്രാം. പക്ഷേ അവിടെ റിസ്ക്കും റിട്ടേണും ആണെങ്കിൽ ഇവിടെ എന്താണ് റിസ്ക്കും ബീറ്റയും എക്സ്പെക്റ്റഡ് റിട്ടേണും കാണിക്കുന്ന രേഖയാണെന്ത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക് OX അക്ഷം എന്ന് പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ കാണിക്കുന്നതാണ് ബീറ്റയാണ് അല്ലേ. ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ആ റിസ്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ബീറ്റയാണ്, മറ്റൊരു റിട്ടേൺ. നേരത്തെ പറഞ്ഞ തന്നെയാണ് ഡയഗ്രാം. എന്താണ് SML സെക്യൂരിറ്റി മാർക്കറ്റ് ലൈന്, അതായത് റിട്ടേണും അതുപോലെ റിസ്ക്കും കാണിക്കുന്ന രേഖ തന്നെയാണ് നമ്മളെന്താണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ഇറ്റ് ഈസ് എ CAPM എന്ന് പറയും. എന്താണ് ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഈസ് എ ഫിനാൻഷ്യൽ മോഡൽ ദാറ്റ് ഡിറ്റർമൈൻ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദി അസറ്റ് ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് റിസ്ക്. ബീറ്റ അനുസരിച്ച് കൊണ്ട് റിസ്ക് അനുസരിച്ച് കൊണ്ട് നമ്മൾക്ക് എന്ത് റിട്ടേൺ കിട്ടുമെന്ന് തീരുമാനിക്കുന്നതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ എന്ന്. അല്ലേ, ഞാനൊരു ക്യാപിറ്റൽ വാങ്ങുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ എങ്ങനെ മേടിക്കുക, ഞാൻ എങ്ങനെ വില ചുമത്തുക, എങ്ങനെ വില ഡിസൈഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് റിസ്ക് റിട്ടേൺ കിട്ടും അല്ലേ. ഇപ്പം ഞാൻ റബ്ബർ തോട്ടം മേടിക്കുകയാണെങ്കിൽ, ഞാൻ ഷെയർ വാങ്ങിക്കുകയാണെങ്കിൽ ആ ഷെയറിൽ നിന്ന് എന്ത് ഡിവിഡൻഡ് കിട്ടും, എന്ത് ലാഭവീതം കിട്ടും, എന്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും നോക്കിയിട്ടാണ് തീരുമാനിക്കുക. അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. എന്താണ് ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ മോഡൽ ദാറ്റ് ഡിറ്റർമൈൻ ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ ദി അസറ്റ് ബേസ്ഡ് ഓൺ ദി സിസ്റ്റമാറ്റിക് റിസ്ക്. ആ റിസ്കിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുക, അത് വേണോ എന്ന് തീരുമാനിക്കുന്നതാണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് എന്ന്
പറയും ഇറ്റ് ഹെൽപ്സ് ഇൻവെസ്റ്റർ ഡിസൈഡ് വെദർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ എ ഫെയർ റിട്ടേൺ ഗിവൺ ടു ഇറ്റ്സ് റിസ്ക് ലെവൽ. കണ്ടോ, ഇതെന്തിനു വേണ്ടി ഡിറ്റർമൈനിങ് ദ റിട്ടേൺ ഫ്രം ദി റിസ്കിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ടോ, ആ റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെടുക്കുന്ന റിസ്കിനനുസരിച്ചിട്ട് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് ഉപയോഗിക്കുന്നത് അല്ലേ. നോക്കുക, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ്ങിൻ്റെ ഫോർമുല എന്താ, ഇ ഇൻറ്റു R/I ഈസ് ഈക്വൽ ടു ഓക്കെ എന്താണ് എക്സ്പെക്ട് റിട്ടേൺ ഓഫ് അസറ്റ് ഐ എന്നുള്ളതാണ് ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഐ ഇൻറ്റു ഇ ഇൻറ്റു RM മൈനസ് RF എന്നാണ്. ഓരോന്ന് നോക്കുക എന്താണെന്നുള്ളത്. ER എന്താ എക്സ്പെക്ട് റിട്ടേൺ ഓഫ് അസറ്റ്, RF എന്ന് പറയുന്നത് എന്താണ്, RF റിസ്ക് ഫ്രീ റേറ്റ്, റിസ്ക് ഇല്ലാത്ത റേറ്റ്, ഗവൺമെൻറ് ബോണ്ടുകൾക്കൊക്കെ റിസ്ക് ഇല്ലാതാണ് റേറ്റ്. BI എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ആൻ അസറ്റ് ഐ മെഷർ സെൻസിറ്റീവ് ടു മാർക്കറ്റ് മൂവ്മെൻറ്റ്. ബീറ്റ നമ്മൾ നേരത്തെ പഠിച്ചു. ബീറ്റ എന്ന് പറയുന്നത് മാർക്കിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട്, മാർക്കിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ അസറ്റിനെ ബാധിക്കുന്നതിന് ബീറ്റ എന്ന് പറയുന്നത് അല്ലേ, മാർക്കറ്റിലുണ്ടാകുന്ന. അപ്പോൾ എന്താണ്, RI ഈസ് ഈക്വൽ ടു RF പ്ലസ് ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ, ബീറ്റ ഈസ് ദ അസറ്റ് ഫ്രം മെഷർ സെൻസിറ്റിവിറ്റി ഓഫ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ്. RM സമം എക്സ്പെക്ട് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ദ മാർക്കറ്റ്. RM മൈനസ് F എന്ന് പറയുന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എക്സ്ട്രാ റിട്ടേൺ ഓവർ ദി റിസ്ക് ഫ്രീ റേറ്റ്. അതായത് റിസ്ക് ഫ്രീ ആകുമ്പോൾ ഉള്ള നമ്മൾ മാർക്കറ്റ് പ്രീമിയം, ചിലതൊക്കെ നമുക്ക് പ്രീമിയം ഉണ്ടാവും, എന്താണ് റിസ്ക് ഇല്ലാതെ കിട്ടുന്ന എമൗണ്ടുകൾ അല്ലേ. ഇപ്പോൾ റിലയൻസൊക്കെ പറയല്ലേ പ്രീമിയം ആയിട്ട്, ഇപ്പോൾ LIC കണ്ടില്ലേ പ്രീമിയം ഉണ്ടാവും, അതാണ് എക്സ്ട്രാ ബെനിഫിറ്റ്. അതാണ് നമ്മൾ RM മൈനസ് F എന്താണ് RF എന്ന് പറയുന്നത്, നമ്മൾ പ്രധാനമായിട്ടും ലാസ്റ്റ് പറയുന്ന മേഖല. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടു പ്രധാനമായിട്ടും ഏതൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഇക്വേഷൻസ്. RI ഈസ് ഈക്വൽ ടു RF പ്ലസ് BI E ഇൻറ്റു RM മൈനസ് RF എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഓരോന്നും നമ്മൾ എന്താണെന്ന് കണ്ടു. ഓക്കെ, ഇനി ഇതിലെ പ്രധാനമായിട്ടുള്ള കൺസെപ്റ്റുകൾ, ഇതിൻ്റെ കമ്പോണൻറ്റുകളൊന്ന് റിസ്കി ഫ്രീ റേറ്റ് RF, അതായത് റിട്ടേൺ ഓൺ ദ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ട്രഷറി ബില്ലൊക്കെ, അങ്ങനെ ഗവൺമെൻറ് ബില്ലുകൾക്ക് റിസ്ക് ഇല്ലാത്തതിന് കിട്ടുന്ന റിട്ടേൺ ആണ് റിസ്ക് ഫ്രീ റേറ്റ്. ബീറ്റ നമ്മൾ കണ്ടു, മാർക്കറ്റിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്ന മാറ്റമാണ് ബീറ്റ. നമ്മൾ പറഞ്ഞാണ് ഈക്വൽ ടു 1 ആണെങ്കിൽ, > 1 ആണെങ്കിൽ, <1 ആണെങ്കിലൊക്കെ അല്ലേ. മാർക്കറ്റ് റേറ്റ് റിസ്ക് പ്രീമിയാണ്. ദ അഡീഷണൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് റിക്വയർഡ് ഫോർ ടേക്കിംഗ് ദ മാർക്കറ്റ് റിസ്ക് എടുക്കുന്നതിന് റിട്ടേൺ മാർക്കറ്റിൽ അധികമായിട്ട് കൊടുക്കുന്ന റിട്ടേൺ ആണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത്. മാർക്കറ്റിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു, മാർക്കറ്റിൽ പെട്ടെന്ന് പലിശ കൂടിയെന്ന് വിചാരിക്കുക, പലിശ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വേണ്ടി വരും, റിസ്ക് ഇത് കൊടുക്കേണ്ടി വരുമല്ലോ, ഡിവിഡൻഡ് കൂട്ടി കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വെച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് വിഡ്രോ ചെയ്തിട്ട് മാർക്കറ്റ് ബാങ്ക് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും പലിശ കൂടുതലാണെങ്കിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുന്ന, മാർക്കറ്റ് ഉണ്ടാകുന്ന വേരിയേഷൻ കുറക്കാൻ വേണ്ടി ഉണ്ടാകുന്ന, അതാണ് മാർക്കറ്റ് റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രീമിയംസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ? ലിമിറ്റേഷൻസ് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് അൺറിയലിസ്റ്റിക് അസപ്ഷനാണ്. പല അസപ്ഷൻസും അൺറിയലിസ്റ്റിക്, നമുക്കൊരിക്കലും പറയാൻ പറ്റാത്തതാണ് അല്ലേ. അസ്യൂം ഇൻവെസ്റ്റർ ക്യാൻ ബോറോ ആൻഡ് ലെൻഡ് അറ്റ് ദ റിസ്ക് ഫ്രീ റേറ്റ് അല്ലേ. എന്തായാലും കടം കൊടുക്കുമ്പോഴും കടം വാങ്ങുമ്പോഴും റിസ്ക് ഉണ്ടാവും, ഒരിക്കലും റിസ്ക് ഫ്രീ എന്ന് പറയാൻ പറ്റും. ഇറ്റ്സ് നോട്ട് എ പോസിബിൾ. റിസ്ക് ഫ്രീ എന്ന് എങ്ങനെയാണ് പറയുക? കടം കൊടുക്കുന്ന ആൾക്ക് റിസ്ക് ഉണ്ടാവും, കടം വാങ്ങുന്ന ആൾക്ക് റിസ്ക് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതായത് പലപ്പോഴും നമുക്ക് പെർഫെക്റ്റ്ലി എഫിഷ്യൻറ്റ് മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റിന് ഒരിക്കലും നമ്മൾ പറയാം. അപ്പോൾ ഒരുപാട് അസംപ്ഷൻസ് ഇതിലെന്താണ്, ഒരുപാട് അസംപ്ഷൻസ് എന്താണ് നമ്മൾ അൺറിയലിസ്റ്റിക് അസംപ്ഷനാണ്. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ ഡിഫിക്കൽട്ട് ഇൻ എസ്റ്റിമേറ്റിംഗ് ഇൻപുട്ട്. ബീറ്റയും അതുപോലെ റിസ്ക് ഫ്രീയും RFഉം ERM ഒന്നും നമ്മൾ എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും വാല്യൂ കണക്കാക്കാൻ കഴിയില്ല. ഡിഫിക്കൽട്ടി എസ്റ്റിമേറ്റ് ദ ഇൻപുട്ടിൻ്റെ വാല്യൂ, ബീറ്റയുടെ വാല്യൂ അൺസ്റ്റേബിളാണ്, റിസ്ക് ഫ്രീ വാല്യൂ വേരിയസ് ആണ്, മാർക്കറ്റ് റിട്ടേൺ ഈസ് എസ്റ്റിമേറ്റ്, ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തെ റിസ്ക്. മൂന്നാമത്തെ ഇറ്റ് ഇഗ്നോർ ദ അതർ റിസ്ക്, മറ്റ് റിസ്ക്കുകൾ ഉണ്ടാവും. സിസ്റ്റമാറ്റിക് റിസ്ക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കുകൾ, അതായത് കമ്പനിക്ക് മൊത്തം ഉണ്ടാകുന്ന റിസ്ക്കുകൾ, കമ്പനിക്ക് മാർക്കറ്റിന് മൊത്തം ഉണ്ടാകുന്ന റിസ്ക്കുകൾ, കമ്പനിക്ക് മാത്രം ഉണ്ടാകുന്ന റിസ്ക്കുകൾ, ഡിഫോൾട്ട് റിസ്ക്കുകൾ ഒക്കെ നേരത്തെ പഠിച്ചാണ്. ലിക്വിഡേഷൻ റിസ്ക്കുകൾ, ഇതൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. അസ്യൂംസ് എ സിംഗിൾ ഫാക്ടർ, മാർക്കറ്റ് റിസ്ക് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, മറ്റുള്ള റിസ്ക്കുകളെ കുറിച്ചൊന്നും ഇത് വിശദീകരിച്ചിട്ടില്ല. ഓക്കെ,
പുവർ പെർഫോമൻസ് ഇൻ എമർജിങ് മാർക്കറ്റ്. നമ്മൾക്കറിയാം പുതിയ പുതിയ കമ്പോളങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾക്കറിയാം അവിടെ നമ്മൾ പുവർ പെർഫോമൻസ് ഒക്കെ കമ്പനിയുടെ പെർഫോമൻസ് വളരെ മോശമായിരിക്കും. അതായത് ലെസ് എഫിഷ്യൻറ്റ് ഓൾ വോൾട്ടേജ് മാർക്കറ്റ് ഉണ്ടാകുന്ന എഫിഷ്യൻറ്റ് വളരെ കുറവായിരിക്കും, മാർക്കറ്റ് ഉണ്ടാകുന്ന എഫക്റ്റീവ്നെസ് കുറവായിരിക്കും, മാർക്കറ്റിൻ്റെ എഫക്റ്റീവ്നെസ് കുറവായിരിക്കും. അതിവിടെ വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ബീറ്റ മേ ഓർ മേ നോട്ട് ബി ഫുള്ളി എക്സ്പ്ലെയിൻ ദ റിട്ടേൺ പറയാൻ ഒരിക്കലും ബീറ്റയെ മാത്രമായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ബീറ്റ എന്ന് പറയുന്ന റിട്ടേണിൻ്റെ ആ മാർക്കറ്റ് വേരിയേഷൻ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ ബീറ്റ. അതൊരിക്കലും റിട്ടേൺ പറയാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു 4ാമത്തെ ചാപ്റ്ററിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്ത്. ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഓക്കെ, താങ്ക് യു.